പഞ്ചാരി മേളത്തിന്റെ താളങ്ങൾ മുംബൈയിൽ മുഴങ്ങി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വിവിധ പ്രായക്കാരായ വിദ്യാർത്ഥികൾ പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ അനുഗ്രഹവും ആശീർവാദവും പകരാനെത്തിയത് മേളകുലപതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും പ്രശസ്ത വാദ്യ കലാകാരൻ പനമണ്ണ ശശി പൊതുവാളുമാണ്. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ താളമെടുപ്പാണ് ചെണ്ടമേളം. മുംബൈയിൽ പോവായ ശ്രീ അയ്യപ്പ വിശ്വക്ഷേത്രത്തിൽ വിദ്യാനൃത്തം സംഘടിപ്പിച്ച ചെണ്ടമേളം അരങ്ങേറ്റം ശ്രദ്ധേയമായി. ഗുരുക്കന്മാരായ അനിൽ പൊതുവാളുടെയും ദൂരമന വിനോദ് മാരാരുടെയും ശിക്ഷണത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് പഞ്ചാരി മേളത്തിൽ കൊട്ടിക്കയറിയത്. പ്രശസ്ത ചെണ്ടവിദ്വാൻമാരായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും പനമണ്ണ ശശി പൊതുവാളും അരങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. കേരളത്തിലെ സമ്പന്നമായ വാദ്യകലാ പാരമ്പര്യം പുതുതലമുറയിലേക്ക് കൈമാറാനുള്ള ശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്ന് മട്ടന്നൂർ പറഞ്ഞു. ഒരു കാലത്ത് സ്ത്രീകളൊക്കെ ചെണ്ട കൊട്ട് അത്ര എളുപ്പമായിരുന്നു. ഇന്ന് എത്രമാത്രം ഉത്സാഹം, പ്രത്യേകിച്ച് ഇന്ന് പങ്കെടുത്ത സ്ത്രീകൾ അവർക്ക് എത്ര ഭംഗിയായി ചെയ്ത്. ഒന്ന് നമ്മൾ സാംസ്കാരികമായിട്ടുള്ള വളർച്ച, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർ അടുത്ത തലമുറകളിലേക്ക് ഇതൊക്കെ നിലനിൽക്കുന്നത് കാഴ്ചയിലൂടെയാണ്. 11 മുതൽ 65 വരെ പ്രായമുള്ളവർ പഞ്ചാരി മേളത്തിന്റെ ഭാഗമായി. കേരളത്തിന് പുറത്ത് ജനിച്ചു വന്ന യുവതലമുറയെ സ്വന്തം സംസ്കാരത്തിന്റെ വേരുകളുമായി ബന്ധിപ്പിക്കുന്നതിൽ ഇത്തരം പരിശീലനങ്ങൾ നിർണായകമാണെന്ന് പനമണ്ണ ശശി പറഞ്ഞു. മേളം അവതരണം കാണുമ്പോൾ ചെണ്ട എന്ന ഉപകരണത്തിന്റെ ഒരു അഭിമാനമാണ്. കേരളത്തിന്റെ താള പാരമ്പര്യം മുംബൈയിലെ കുട്ടികളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അനിൽ പൊതുവാൾ വ്യക്തമാക്കി. അവര് വളരെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അവര് കളിക്കുന്നത്. ഈ മൊബൈല് ശബ്ദത്തിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്, എന്നാൽ അവർ മാക്സിമം സമയം കണ്ടെത്തി എല്ലാവരും വർക്ക് ചെയ്യണവരും. ക്ലാസിക്കൽ നർത്തകിയായ രമാ വിവേക് ചെണ്ടമേള വേദിയിലെ തന്റെ ആദ്യ അവതരണത്തിന്റെ ആവേശവും സന്തോഷവും പങ്കുവച്ചു. തുടക്കം ഇത്തിരി ഞങ്ങൾക്ക് വളരെ അതായത് ലേറ്റ് ആയിട്ടാണ് വന്നത്. അവിടെ ഈ ഒരു പ്രായം